ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരുടെ വീടാണെന്നല്ലേ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആലുവയിലാണ് വീട്. നമുക്ക് നേരെ വിട്ടാലോ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഏകദേശം സമയം 6:26 ഞാനിപ്പോൾ പൂക്കാട്ടുപടിയിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ദിലീപേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. പിന്നെ ചായ കുടിച്ചിറങ്ങിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ദിലീപേട്ടൻ്റെ വീട്ടിൽ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ അറ്റത്തെ സൈഡിൽ കാണുന്ന ഈ പാലാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ പാല അറ്റത്തായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പാലത്തിൻ്റെ അവിടെ പാലില് ദിലീപേട്ടൻ്റെ വീട് എവിടെയാ? സിനിമ നടൻ ദിലീപ്. പാലം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ദിലീപേട്ടൻ്റെ വീടും തപ്പി വന്ന് ലാസ്റ്റ് ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് ആലുവ ഒരു പാലമാണ്, ആലുവയിലെ. ഈ പാലത്തിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. വെള്ളമുണ്ട് നല്ലോണം. അപ്പോൾ ഗൈസ്, ഇത്രയും വലിയ പാലമാണ്. വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നടന്നു തന്നെ പോകണം. ഞാൻ വന്ന ദിവസം നല്ല പെരുമഴ ഗൈസ്, നല്ല മഴയുള്ള ദിവസമായിരുന്നു. കാരണം പകുതി വെച്ച് മഴയൊക്കെ പെയ്തു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് എവിടെയോ ആയിട്ടാണ് നമ്മുടെ നീം ചേട്ടൻ്റെയും നീം പോളി ആക്ടർ നീം ചേട്ടൻ്റെയും പിന്നെ നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെയും വീട് വരുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ അടുത്തൊരു ദിവസം പോകാമെന്ന് വെച്ചു. ഇന്ന് നല്ല മഴയാണല്ലോ ഗൈസ്. അപ്പോൾ ഇന്ന് പോകണം ഗൈസ്. നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് അപ്പുറത്തൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു. അപ്പോൾ ഗൈസ്, നമുക്കൊരു കോയിൻസിഡൻസ് പോലെ കിട്ടിയ ഒരു ഇതാണ്. കറക്റ്റ് നമ്മൾ വന്ന ടൈമിൽ അധികം ഒരു ട്രെയിൻ പോയത്. അപ്പോൾ പാലത്തിൽ ഞാൻ ഈ പാലത്തിൽ ആദ്യമായിട്ട് വരണേ ഗൈസ്. വലിയൊരു പാലമാണ്. അതേ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാൻ ആദ്യം അടുത്തേക്ക് പോണില്ല, എങ്ങാനും തന്നെ ക്യാമറ വെള്ളത്തിൽ പോയ പണി പാടും. വഴുക്കലുണ്ട്. അല്ലെങ്കിൽ തന്നെ വലിയൊരു പാലാണ്. അവിടെ അമ്പലമാണ് ഗൈസ്. നമുക്ക് ആ അറ്റം വരെ ഒന്ന് പതിയെ നടന്നു നോക്കിയിട്ട് തിരിച്ച് നമ്മുടെ ദിലീപേട്ടൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ അറ്റം വരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഈ അറ്റത്തൊരു അമ്പലമാണ് ഗൈസ് കാണുന്നത്. ഞാൻ പുറത്തേക്ക് തെന്നോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് പിടിച്ചിറങ്ങാം. മഴ പെയ്ത് കിടക്കണൊരു തെന്നണ എഫക്റ്റ് ഉണ്ട്. എൻ്റെ ചെരുപ്പും ഒരു തെന്നണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മളധികം റിസ്ക് എടുക്കാതൊരു കൈതമ പിടിച്ചാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് മഴ ഉണ്ടായില്ല. പൂക്കാട്ടുപടി ആ സ്ഥലത്തൊക്കെ ഞാൻ നേരെ ചാടിച്ചിറങ്ങി വഴി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തായാലും മഴ മാറിയ സ്ഥിതിക്ക് ഞാൻ നമ്മുടെ ദിലീപേട്ടൻ്റെ വീട് കാണിക്കാമെന്ന് വെച്ചു. 6:55 പ്ലീസ്. അങ്ങനെ നമ്മൾ ഈ പാലത്തിൻ്റെ അറ്റത്തെത്തി. നമുക്കിനി അധികം കൂടെ കറങ്ങി തിരിച്ചു പോകാം. ഇവിടെ അമ്പലത്തിലെന്തോ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അല്ല, അധികം കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ഗൈസ്. നമ്മൾ അതിൽ കൂടെ കറങ്ങി കിടക്കേണ്ടി വരുന്നു. അപ്പോൾ ഗൈസ്,
കറങ്ങി കിടക്കേണ്ടി വരും. വേറെ ഗേറ്റൊന്നും വെച്ചിട്ടില്ല. ഇവിടെ നിറച്ച് ചെളിയാണ് ഗൈസ്. അപ്പോൾ ഈ അപ്പുറത്ത് നോക്കിയാൽ നമുക്കൊരു ട്രെയിനിൻ്റെ പാലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കൂടെ വെള്ളത്തിൽ ഞാൻ പറഞ്ഞില്ലേ വഴുക്കലുണ്ടാവുന്നു. അപ്പോൾ ഇവിടെ കണ്ട് ഇവിടുന്ന് വെള്ളത്തിൽ ഇവിടെ ഒരു വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട് കണ്ട് ഗൈസ്. ആറ്റത്ത് പാലെത്തുമ്പോഴാണ് നമ്മൾ നേരത്തെ ആലുവയ്ക്ക് കിടന്നത്. ഇതേ കണ്ട് ഇത്രയും വലിയൊരു പാലമാണ്. ആ പാലം പോലെ തന്നെ സെയിം പാലമാണ്. പക്ഷെ ഇതിൽ കൂടെ വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കണ്ടോ വലിയ പറമ്പൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയോ അപ്പുറത്തായിട്ടാണ് നമ്മുടെ നിവിൻ ചേട്ടൻ്റെ വീട്, പിന്നെ കവിയൂർ പെണ്ണമ്മ ചേച്ചിയുടെ വീട്. അപ്പോൾ ദേ ഇവിടെ പുഴയാണ്, ആലുവപ്പുഴയുടെ തീരത്ത് എൻ്റെ പാട്ടുമില്ലേ. അപ്പോൾ ഗൈസ് ദേ നമ്മൾ നടന്ന് വീണ്ടും പാലത്തിൽ. അപ്പോൾ അതേ അടുത്ത ട്രെയിൻ പോകും. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന സമയം എന്തായാലും ബെസ്റ്റ് ടൈമാണ്. 2-3 ട്രെയിൻ കാണാൻ പറ്റി ഗൈസ്. ഇതിപ്പോൾ 2ാമത്തെ ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടെ ആൾക്കാർ സൈക്ലിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ തിരിച്ച് പാലം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറങ്ങി വണ്ടി വരുമെന്നു. അവിടെ വേറെ ഗേറ്റൊന്നും നമുക്ക് കിടക്കാനായിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ദിലീപേട്ടൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് ദിലീപേട്ടൻ്റെ വീട്. അപ്പോൾ ഞാൻ ഈ പാലം കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനും വന്നിട്ടില്ല ആദ്യമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നൊരു മഴ ദിവസം, ഒരു മൂടി കെട്ടിക്കണ ദിവസമായതുകൊണ്ട് നമ്മൾ നിവിൻ ചേട്ടൻ്റെ വീട്ടിലും കവിയൂർ പെണ്ണമ്മ ചേച്ചിയുടെ വീട്ടിലും നമ്മൾ അടുത്ത ദിവസം വെയിലുള്ള ദിവസം വന്നിട്ട് പോവാം. അപ്പോൾ നമുക്ക് നേരെ ദിലീപേട്ടൻ്റെ വീട് കാണാം. അവിടെ ട്രെയിനിൻ്റെ പാലം, ഇവിടെ നടക്കണ പാലം, അവിടെ വണ്ടി പോണ പാലം. അപ്പോൾ ഗൈസ് 7 മണിയായി, 6:59, 7 മണിയാവാൻ പോകുന്നു. ഇവിടെ പുഴയിലൊക്കെ നല്ല ഒഴുക്കുണ്ട്. ഇന്നലെ തൊട്ട് ഇവിടെ നല്ല മഴയായിരുന്നു, നിർത്താതെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ റെയിൻകോട്ട് ഇട്ട് അല്ല വന്നേ, പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തപ്പോൾ റെയിൻകോട്ട് എടുത്തിട്ട്. അപ്പോൾ വീണ്ടും ഒരു ഇറക്കം വന്നിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ പേടി. തെന്നിയെങ്ങാനും തലയും കുത്തി കിടന്ന വെള്ളത്തിൽ കിടന്നു. ഇവിടെ ഇതുമേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ് പാലത്തിന്. അപ്പോൾ ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതാണെന്ന് തോന്നുന്നത് അപ്പുറത്തുണ്ടായത്. അതേ നിങ്ങളപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വഞ്ചി കഴിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. ക്ലിയറായി കാണണ്ടോന്നറിയില്ല പാലത്തിൻ്റെ അടിയിലായിട്ട്. എന്തായാലും നമുക്ക് ദിലീപേട്ടൻ്റെ വീട് കാണാം. അപ്പോൾ വണ്ടി താഴെ വെച്ചൊക്കെയാണ്, ഇങ്ങോട്ട് വണ്ടി അലൗഡ് അല്ല. ഈ പാലത്തുമ്മ വണ്ടി കയറ്റാൻ പറ്റില്ല ഗൈസ്. ലൈറ്റ് കത്തി കിടക്കണ്ടെന്ന് തോന്നണേ. അത് ഗേറ്റ് തുറക്കാനുള്ള അവിടെ ജോലിക്കാരുണ്ടോ? ആ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ വീട്. കണ്ട ഗൈസ്, അറ്റത്തേക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കാണാം ഗൈസ്. നിങ്ങൾക്ക് ഞാൻ എക്സ്ക്ലൂസീവായി കാണിച്ചു തരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ വീട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നമ്മുടെ നിവിൻ ചേട്ടനെയും കവിയൂർ പെണ്ണമ്മ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം, വേറൊരു ദിവസം വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീണ്ടും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.